വേദന ഒരിക്കലും അനുഭവിക്കാത്തവരാണ് ശക്തർ എന്ന് ചിലർ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വേദന അനുഭവിക്കുകയും അതിനെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും കരുത്തരായ മനുഷ്യർ. ഏതൊരു പ്രതിസന്ധിയിലും ഈശ്വര വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുക. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ശങ്കര ദേവാ അഖിലാണ്ടേശ്വരനാഥ ശരണം നീയേ ഈശാ തിരുപുറത്തപ്പ നമോ നമഃ. ദക്ഷിണ കേരളം നിരവധി ശിവക്ഷേത്രങ്ങളാൽ അനുഗ്രഹീതമായ പ്രദേശമാണ്. അത്തരത്തിൽ ഒരു മഹാസന്നിധിയിലേക്കാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുപ്പുറത്തെത്താം. ഇവിടെയാണ് പുരാതനവും പ്രസിദ്ധവുമായ തിരുപ്പുറം മഹാദേവ ക്ഷേത്രം. ദേവദേവ മഹാദേവ ആനന്ദദായക ഗിരിജേശ. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഈ ക്ഷേത്രം അപൂർവമാകുന്നത് ഇവിടത്തെ ത്രയലിംഗ പ്രതിഷ്ഠയിലൂടെയാണ്. തിരുപ്പുറത്തപ്പ വിളിപ്പുറത്തപ്പ. ആദ്യകാല ചരിത്രരേഖകളിൽ ഈ ക്ഷേത്രത്തിന്റെ പരാമർശം ഉള്ളതുകൊണ്ട് തന്നെ അതിനു മുമ്പിൽ സ്ഥാപിതമായ ആരാധനാലയമാണിതെന്ന് മനസ്സിലാക്കാം. ഋഷിതുല്യനായ ഒരു മഹാത്മാവിനാൽ സ്ഥാപിതമായതും സ്വയംഭൂവായ ലിംഗപ്രതിഷ്ഠയുള്ളതുമാണ് ക്ഷേത്രം എന്ന് ദേവപ്രശ്നങ്ങൾ പറയുന്നു. ഇത് സംബന്ധിച്ച് പുരാണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് പഴയ തലമുറയ്ക്ക് പറയുവാനുള്ളത്. വേദവേദാന്ത സാര സർവസ്വമേ ശിവ ശിവ ശംഭോ നമോ നമഃ. താമരാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി എന്നീ 3 അസുരന്മാർ ബ്രഹ്മദേവനെ തപം ചെയ്ത് അമൂല്യങ്ങളായ വരങ്ങൾ നേടി. അതിലൊന്ന് 3 പേരെയും ഒന്നിച്ച് ഒരായുധത്താൽ മാത്രമേ വധിക്കാൻ കഴിയൂ എന്നതായിരുന്നു. തികച്ചും അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ വരത്തിന്റെ മറവിൽ അസുരന്മാർ ദേവന്മാർക്കും മറ്റും നിരവധി ദ്രോഹങ്ങൾ ചെയ്ത് അഹങ്കാരികളായി ജീവിച്ചു. ഭൂമിയിലും സ്വർലോകത്തും ജീവിതം ദുഷ്കരമായതോടെ ദേവമാനവ ഗണങ്ങൾ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. പ്രത്യേക പുരങ്ങളിലായി ആകാശം ചുറ്റുന്ന ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്ന ചുമതല ആശ്രിതവത്സലനായ മഹേശ്വരൻ ഏറ്റെടുത്തു. അങ്ങനെ മുക്കണ്ണ് തുറന്ന ദേവൻ 3 ലോകങ്ങളെയും ഒന്നിച്ച് ഭസ്മമാക്കി. അതേ തുടർന്ന് അത്യുഗ്രരൂപനായ കൈലാസനാഥൻ ലിംഗരൂപിയായി തിരുപ്പുറത്ത് കുടികൊള്ളുന്നു. ഒന്നായി വന്നിട്ട് മൂന്നായിരുന്നിട്ടും രൗദ്രം മാറാത്ത പുരഹര. എന്നാൽ ശിവന്റെ ഉഗ്രസ്വരൂപത്തിന്റെ ശക്തി മുഴുവൻ കുടികൊള്ളുന്ന ഏകപ്രതിഷ്ഠ ലോകത്തിന് തന്നെ അപകടമുണ്ടാക്കിയേക്കാം എന്നതിനാൽ അതിലെ ശക്തി മറ്റ് 2 ശിവലിംഗങ്ങളിൽ കൂടി ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതാണ് ഇവിടുത്തെ ത്രയലിംഗ പ്രതിഷ്ഠയുടെ ഐതിഹ്യം. ത്രിപുരരെ ഭസ്മമാക്കി തിരുപുറത്തെത്തി ത്രൈലോക്യനാഥൻ. ഇവിടെ 3 പ്രതിഷ്ഠകളാണുള്ളത്. പ്രധാന പ്രതിഷ്ഠയ്ക്ക് 2 വശത്തുമായി ശിവലിംഗം തന്നെ 3 പ്രതിഷ്ഠകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുടെ പ്രഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ ശിവലിംഗം സ്ഥാപിച്ചത്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിരയിളകും തിരുപുറം ഒരു പ്രണവസാഗരം. ത്രിപുരദഹനത്തിന് ശേഷം ദേവൻ കുടികൊണ്ട സ്ഥലം എന്ന നിലയിൽ ഈ പ്രദേശം ത്രിപുരം എന്ന പേരിലാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്നും കാലക്രമേണ ആ നാമധേയം തിരുപ്പുറം എന്ന് മാറുകയാണുണ്ടായതെന്നുമാണ് പരക്കെയുള്ള വിശ്വാസം. കാലം കലികാലം ജ്ഞാനമപൂർണം
പഞ്ചകലകൾ തികഞ്ഞ ഒരു ഉത്തമ മഹാക്ഷേത്രമാണിതെന്ന് ദേവപ്രശ്നങ്ങൾ തെളിയുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതും പരിസരങ്ങളിൽ കാണപ്പെടുന്നതുമായ മിനുസമുള്ള ശിലകൾ ക്ഷേത്ര പഴമയ്ക്ക് സാക്ഷി നിൽക്കുന്നു. കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകോവിൽ. അതിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇരുവശവുമായി തന്നെ 2 മറ്റ് ശിവലിംഗങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ത്രിപുരങ്ങൾ ദഹിപ്പിച്ച ത്രിലോചനൻ. പ്രധാന ശ്രീകോവിലിന് തെക്ക് മൂലയിലാണ് ഗണപതി ക്ഷേത്രം. കിഴക്ക് വശത്തുള്ള ദേവീക്ഷേത്രത്തിൽ 2 പ്രതിഷ്ഠകളാണുള്ളത്. ഒന്ന് മഹിഷാസുര മർദിനിയും മറ്റൊന്ന് ശാന്തസ്വരൂപിണിയായ ശ്രീ പാർവതിയും. അതിനടുത്ത് തന്നെ ധർമ്മശാസ്താവിന്റെ ദേവാലയം കാണാം. വടക്ക് കിഴക്ക് മൂലയിലാണ് നാഗരാജ പ്രതിഷ്ഠ. കാലാകാലങ്ങളിൽ നിലവിൽ വരുന്ന ഉപദേശക സമിതിയുടെയും നാട്ടുകാരുടെയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളിൽ കാലപ്പഴക്കത്താൽ ദുരവസ്ഥയിലായിരുന്ന ക്ഷേത്രം പല കാലങ്ങളിലായി പുനർനിർമ്മിക്കപ്പെട്ടു. രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീദേവന്മാർ എല്ലാം ക്ഷിപ്രപ്രസാദികളാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ തിരുപ്പുറത്തപ്പനും ഭക്തർക്ക് വളരെ വേഗം അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. നിത്യേന ജലധാരയും തിരുവാതിര നാളിൽ നടത്തുന്ന മൃത്യുഞ്ജയ ഹോമവുമാണ് പ്രത്യേക ചടങ്ങുകൾ. ശിവരാത്രിയാണ് തിരുപ്പുറത്തെ പ്രധാന ഉത്സവം. ശിവരാത്രിക്ക് 9 ദിവസം മുമ്പ് കൊടിയേറി ശിവരാത്രി ദിനം ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു. ഒരു ഗ്രാമപ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട് അതിപ്രാചീന കാലങ്ങളിൽ എന്നോ ഒരു പുണ്യാത്മാവ് കൊളുത്തിയ ദേവചൈതന്യത്തിന്റെ ദീപശിഖ കൂടുതൽ ചൈതന്യത്തായി ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മംഗളം നിത്യമംഗളം ശുഭ മംഗളം ശിവമംഗളം. അഭീഷ്ടസിദ്ധിയുടെ അവസാന ആശ്രയമായ ശ്രീ മഹാദേവന് മുന്നിൽ നമുക്കും കൈകൂപ്പാം. ശംഭോ മഹാദേവ. മഹാദേവ മംഗളം.